ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം അധ്യായം 6, പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ശ്രീ അദ്വൈത ആചാര്യന്റെ മഹാത്മ്യം. ഈ ഒരു അധ്യായത്തിൽ ആദ്യം ചെറിയൊരു നമുക്ക് ശ്രീല പ്രഭുപാദ് എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിന്റെ ഒരു ജിസ്റ്റ് അല്ലെങ്കിൽ സമ്മറി എന്ന രീതിയിൽ ചെറിയൊരു ആമുഖം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അത് വായിച്ചിട്ട് ശ്ലോകങ്ങളിലോട്ട് കിടക്കാം. അധ്യായം 6, ശ്രീ അദ്വൈതാചാര്യന്റെ മഹാത്മ്യം. അദ്വൈത ആചാര്യന്റെ തത്വം ഇവിടെ 2 ശ്ലോകങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഭൗതിക പ്രകൃതിക്ക് ഉപാധി കാരണം, സമർത്ഥ കാരണം എന്നിങ്ങനെ 2 ഭാവങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. സമർത്ഥമായ കാരണ പ്രവർത്തനങ്ങൾ മഹാവിഷ്ണുവിനാലും ഉപാധി കാരണ പ്രവർത്തനങ്ങൾ മഹാവിഷ്ണുവിന്റെ അദ്വൈതൻ എന്നറിയപ്പെടുന്ന മറ്റൊരു രൂപത്താലും സംഭവിക്കുന്നു. ഭൗതിക പ്രപഞ്ചത്തിന്റെ മേലാധികാരിയായ ആ അദ്വൈതൻ ചൈതന്യ ഭഗവാന്റെ സഹായിയായി അദ്വൈതാചാര്യന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ ചൈതന്യന്റെ ഭൃത്യനായി അവിടുന്ന് അഭിസംബോധന ചെയ്യപ്പെടുമ്പോൾ അവിടുന്ന് മഹിമകൾ വിപുലീകരിക്കപ്പെടുന്നു. കാരണം ഒരു വ്യക്തി ഈ ദാസ്യ മനോഭാവത്തെ ഊർജിതപ്പെടുത്താത്ത പക്ഷം അവന് പരമോന്നതനായ ഭഗവാൻ കൃഷ്ണന് വേണ്ടിയുള്ള ഭക്തിയുടെ സേവനത്തിൽ നിന്നും ലഭ്യമാകുന്ന രസങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് ശ്ലോകം 1 പോകാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം അധ്യായം 6, ശ്രീ അദ്വൈതാചാര്യന്റെ മഹാത്മ്യം. അതിലെ അധ്യായം 6 ശ്ലോകം 1. വന്ദേതം ശ്രീമദ് അദ്വൈത ആചാര്യം അദ്ഭുതചേഷ്ടിതം യസ്യ പ്രസാദതജ്ഞോപി തത്സ്വരൂപം നിരൂപയേത്. ശബ്ദാർത്ഥം: വന്ദിക്കുന്നു, തം അദ്ദേഹത്തിന്, ശ്രീമദ് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ, അദ്വൈത ആചാര്യം ശ്രീ അദ്വൈത ആചാര്യൻ, അദ്ഭുത ചേഷ്ടിതം അദ്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, യസ്യ അദ്ദേഹത്തിന്റെ, പ്രസാദാത് കാരുണ്യത്താൽ, അജ്ഞഃ അപി ഒരു വിഡ്ഢിക്ക് പോലും, തത് സ്വരൂപം അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, നിരൂപയേത് വിവരിക്കാനായേക്കാം. വിവർത്തനം: ശ്രീ അദ്വൈതാചാര്യനെ ഞാൻ പ്രണമിക്കുന്നു. അവിടുത്തെ പ്രവർത്തികളെല്ലാം അദ്ഭുതകരമാണ്. അവിടുത്തെ കാരുണ്യത്താൽ ഒരു വിഡ്ഢിക്ക് പോലും അവിടുത്തെ ഗുണവിശേഷങ്ങൾ വിവരിക്കാൻ കഴിയും. ശ്ലോകം 2, അധ്യായം 6 ശ്ലോകം 2. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശബ്ദാർത്ഥം: ജയ ജയ എല്ലാ സ്തുതികളും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. ജയ എല്ലാ സ്തുതികളും. നിത്യാനന്ദന്. ജയ അദ്വൈത ചന്ദ്ര അദ്വൈത ആചാര്യന് എല്ലാ സ്തുതികളും. ജയ ഗൗര ഭക്ത വൃന്ദ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്ക് എല്ലാ സ്തുതികളും. വിവർത്തനം: ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും, നിത്യാനന്ദന് എല്ലാ സ്തുതികളും, അദ്വൈത ആചാര്യന് എല്ലാ സ്തുതികളും, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്ത വൃന്ദത്തിന് എല്ലാ സ്തുതികളും. ശ്ലോകം 3. പഞ്ചശ്ലോകേ കഹീല ശ്രീ നിത്യാനന്ദ തത്വ ശ്ലോകദ്വയേ കഹി അദ്വൈതാചാര്യേര മഹത്വ. ശബ്ദാർത്ഥം: പഞ്ചശ്ലോകെ 5 ശ്ലോകങ്ങളിൽ കഹില വിവരിച്ചു ശ്രീ നിത്യാനന്ദ തത്വ ശ്രീ നിത്യാനന്ദന്റെ സത്യം. ശ്ലോകദ്വയേ 2 ശ്ലോകങ്ങളിൽ കഹി വിവരിച്ചു അദ്വൈതാചാര്യന്റെ മഹത്വങ്ങൾ. വിവർത്തനം: 5 ശ്ലോകങ്ങളിൽ ഞാൻ നിത്യാനന്ദന്റെ തത്വം വിവരിച്ചു.
അടുത്ത 2 ശ്ലോകങ്ങളിൽ ഞാൻ അദ്വൈതാചാര്യന്റെ മഹിമകൾ വിവരിക്കാം. ശ്ലോകം 4. മഹാവിഷ്ണുർ ജഗത് കർത്ത മായയാ യസൃജത് യഥാ തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരഃ. ശബ്ദാർത്ഥം: മഹാവിഷ്ണു, മഹത് തത്വത്തിന്റെ വിശ്രമസ്ഥാനമായ മഹാവിഷ്ണു, ജഗത് കർത്ത സ്രഷ്ടാവ്, മായയ മായാശക്തിയാൽ, യഹ ആര്, സൃജതി സൃഷ്ടിക്കുന്നു, അധഹ ആ ലോകം, തസ്യ അദ്ദേഹത്തിന്റെ, അവതാരഃ അവതാരം, ഏവ തീർച്ചയായും, അയം ഇത്, അദ്വൈത ആചാര്യ അദ്വൈതാചാര്യൻ, ഈശ്വരഃ ഈശ്വരൻ. വിവർത്തനം: മായയുടെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈത ആചാര്യൻ. ശ്ലോകം 5. അദ്വൈതം ഹരിണാത് ദ്വൈതാത് ആചാര്യം ഭക്തി ശംസനാത് ഭക്താവതാരമീശം തം അദ്വൈതാചാര്യമാശ്രയേ. ശബ്ദാർത്ഥം: അദ്വൈതം, അദ്വൈതൻ എന്നറിയപ്പെടുന്ന ഹരിണ, ഭഗവാൻ ഹരിയോടുകൂടി, അദ്വൈതാത് അഭിന്നമായതിൽ നിന്ന്, ആചാര്യം ആചാര്യൻ എന്ന് അറിയപ്പെടുന്ന, ഭക്തി ശംസനാഥ് കൃഷ്ണഭക്തി പ്രചരണം, ഭക്താവതാരം ഒരു ഭക്തനുമായുള്ള അവതാരം, ഈശം ഭഗവാൻ, തം അദ്ദേഹത്തിന്, അദ്വൈത ആചാര്യം അദ്വൈതാചാര്യന്, ആശ്രയിക്കുന്നു. വിവർത്തനം: ഭഗവാൻ ഹരിയിൽ നിന്ന് അനന്യനായതിനാൽ അദ്വൈതനെന്നും, ഭക്തി സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനാൽ ആചാര്യനെന്നും അവിടുന്ന് വിളിക്കപ്പെടുന്നു. അവിടുന്ന് ഒരേ സമയം ഭഗവാനും ഭക്താവതാരവുമാകുന്നു. അതിനാൽ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. ശ്ലോകം 6. അദ്വൈതാചാര്യ ഗോസായി സാക്ഷാദീശ്വര യാഹാര മഹിമ നഹി ജീവേര ഗോചര. ശബ്ദാർത്ഥം: അദ്വൈതാചാര്യൻ, ഗോസായി ഭഗവാൻ, സാക്ഷാത് ഈശ്വര സാക്ഷാത് ഭഗവാൻ, യാൻഹാര മഹിമ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, നഹേ ഇല്ല, ജീവേരെ ഗോചര ജീവന്മാർക്ക് ഗോചരമായ. വിവർത്തനം: അദ്വൈത ആചാര്യൻ തീർച്ചയായും സാക്ഷാത് പരമദിവ്യോത്തമ പുരുഷനാണ്. അവിടുത്തെ മഹാത്മ്യം സാധാരണ ജീവന്മാർക്ക് സങ്കല്പാതീതമാണ്. ശ്ലോകം 7. മഹാവിഷ്ണു സൃഷ്ടി കരേന ജഗദാധികാര്യ താണ്ഡ്ര അവതാര സാക്ഷാത് അദ്വൈത ആചാര്യ. ശബ്ദാർത്ഥം: മഹാവിഷ്ണു ആദിവിഷ്ണു, സൃഷ്ടി കരേന ചെയ്യുന്നു, ജഗത് ആദി ഭൗതിക ലോകം, കാര്യ തൊഴിൽ, താണ്ഡ്ര അദ്ദേഹത്തിന്റെ അവതാരം, സാക്ഷാത് അദ്വൈത ആചാര്യൻ. വിവർത്തനം: മഹാവിഷ്ണു വിശ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ശ്രീ അദ്വൈതാചാര്യൻ അവിടുത്തെ നേരിട്ടുള്ള അവതാരമാണ്. ശ്ലോകം 8. യേ പുരുഷ സൃഷ്ടിസ്ഥിതി കരേന മായായ അനന്ത ബ്രഹ്മാണ്ഡ സൃഷ്ടി കരേന ലീലയാ. ശബ്ദാർത്ഥം: യേ പുരുഷ ആ പുരുഷ അവതാരം, സൃഷ്ടിയും സംരക്ഷണവും കരേന നിർവഹിക്കുന്നു, മായായ ബാഹ്യശക്തിയിലൂടെ, അനന്ത ബ്രഹ്മാണ്ഡ പരിമിതിയില്ലാത്ത ലോകങ്ങൾ സൃഷ്ടി കരേന ചെയ്യുന്നു, ലീലകളാൽ. വിവർത്തനം: ആ പുരുഷൻ തന്റെ ബഹിരംഗ ശക്തിയിലൂടെ സൃഷ്ടിയും പരിപാലനവും നിർവഹിക്കുന്നു. അവിടുന്ന് തന്റെ ലീലകളാൽ അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നു. ശ്ലോകം 9. ഇച്ഛായ അനന്തമൂർത്തി കരേന പ്രകാശ ഏകമൂർത്തെ കരേന ബ്രഹ്മാണ്ഡേ പ്രവേശ. ശബ്ദാർത്ഥം: ഇച്ഛായ അദ്ദേഹത്തിന്റെ ഇച്ഛയാൽ, അനന്തമൂർത്തി അനന്തമായ രൂപങ്ങൾ, കരേന ചെയ്യുന്നു, പ്രകാശ ആവിഷ്കാരം, ഏക ഓരോന്നിലും, മൂർത്തെ രൂപം, കരേന ചെയ്യുന്നു, ബ്രഹ്മാണ്ഡം പ്രവേശനം. വിവർത്തനം: സ്വേച്ഛയാൽ അവിടുന്ന് എണ്ണമറ്റ രൂപങ്ങൾ കൈക്കൊള്ളുകയും ആ രൂപങ്ങളിൽ ഓരോ ബ്രഹ്മാണ്ഡത്തിലും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 10. സേ പുരുഷേര അംശ അദ്വൈത നാഹി കിച്ചു ഭേദ ശരീര വിശേഷ താണ്ഡ നാഹിക വിച്ഛേദ.
ശബ്ദാർത്ഥം സേ അത് പുരുഷേര ഭഗവാന്റെ അംശ ഭാഗം അദ്വൈത ആചാര്യൻ നാഹി ഇല്ല കിച്ചു ഏതെങ്കിലും ഭേദ വ്യത്യാസം ശരീര വിശേഷ മറ്റൊരു ശരീരം താൻഡ്ര അദ്ദേഹത്തിന്റെ നാഹിക വിച്ഛേദ വ്യത്യാസമില്ല. വിവർത്തനം: ശ്രീ അദ്വൈത ആചാര്യൻ ആ പുരുഷന്റെ ഒരു സമഗ്ര ഭാഗമായതിനാൽ അവിടുന്ന് നിന്ന് വ്യത്യസ്തനല്ല. വാസ്തവത്തിൽ അദ്വൈത ആചാര്യൻ ആ പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല, ആ പുരുഷന്റെ മറ്റൊരു രൂപമാണ്. ശ്ലോകം 11. സഹായകരേണ താൻഡ്ര ലയീയ പ്രധാന കോടി ബ്രഹ്മാണ്ടകരേണ ഇച്ഛായ നിർമ്മാണ. ശബ്ദാർത്ഥം സഹായകരേണ സഹായിക്കുന്നു താൻഡ്ര അദ്ദേഹത്തിന്റെ ഇയ കൂടി പ്രധാന ഭൗതിക ശക്തി കോടി ബ്രഹ്മാണ്ട കോടിക്കണക്കിന് ലോകങ്ങൾ കരേന ചെയ്യുന്നു ഇച്ഛ കൊണ്ട് മാത്രം നിർമ്മാണ സൃഷ്ടി. വിവർത്തനം: ആരുടെ ഭൗതിക ശക്തിയാലും ഇച്ഛയാലും എണ്ണമറ്റ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവോ ആ പുരുഷന്റെ ലീലകളിൽ അദ്വൈതാചാര്യൻ സഹായിക്കുന്നു. ശ്ലോകം 12. ജഗത് മംഗള അദ്വൈത മംഗള ഗുണ ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദാ മംഗളയാൻ നാമ. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദാ മംഗളയാൻ നാമ. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദാ മംഗളയാൻ നാമ. ശബ്ദാർത്ഥം: ജഗത് മംഗള ലോകത്തിന് സർവമംഗളകരമായ അദ്വൈത ആചാര്യൻ മംഗള ഗുണധാമ മംഗള ഗുണങ്ങളുടെ സംഭരണി മംഗള ചരിത്ര എല്ലാ പ്രവൃത്തികളെയും മംഗളകരമായത് സദാ എപ്പോഴും മംഗളകരമായ യാൻഡ്ര നാമ ആരുടെ നാമം. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ശ്രീ അദ്വൈത ആചാര്യൻ എല്ലാ മംഗള ഗുണങ്ങളുടെയും സംഭരണിയാകയാൽ ലോകത്തിന് സർവമംഗളകാരിയാണ്. അവിടുത്തെ ഗുണങ്ങളും നാമവും കർമ്മവും സദാ മംഗളകരമാണ്. ഭാവാർത്ഥം: മഹാവിഷ്ണുവിന്റെ അവതാരമായ അദ്വൈത പ്രഭു ഒരു ആചാര്യനാണ്. അവിടുത്തെ പ്രവൃത്തികളിലും വിഷ്ണുവിന്റെ മറ്റെല്ലാ പ്രവൃത്തികളിലും മംഗളകരമാണ്. വിഷ്ണു ഭഗവാന്റെ ലീലകളിൽ സർവമംഗളത്വം ദർശിക്കാൻ കഴിയുന്ന ഒരുവൻ സ്വയം മംഗളകാരിയായി ഭവിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ സർവമംഗളങ്ങളുടെയും ഉറവിടമായതിനാൽ അവിടുത്തെ ഭക്തിയുത സേവനത്തിൽ ആകൃഷ്ടനാകുന്ന ഏതൊരുവനും മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഏറ്റവും മഹത്തായ സേവനങ്ങൾ നിർവഹിക്കാൻ കഴിയും. പരിശുദ്ധമായ ഭക്തിയുത സേവനത്തെ ജീവസത്തകളുടെ ശാശ്വത ധർമ്മമായും യഥാർത്ഥ മോക്ഷമായും മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്ന ഭൗതിക ലോകത്തിലെ തിരസ്കൃത വ്യക്തികൾ അവരുടെ അല്പജ്ഞാനം മൂലം എല്ലാ ഭക്തി സേവനവും അപഹരിക്കപ്പെട്ടവരായി തീരും. അദ്വൈത പ്രഭുവിന്റെ ഉപദേശങ്ങളിൽ കാമ്യകർമ്മത്തിന്റെയോ നിരാകാര മോക്ഷത്തിന്റെയോ പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഭൗതിക ശക്തിയുടെ വശീകരണത്താൽ വിഭ്രാന്തരായതിനാൽ അദ്വൈത പ്രഭു വിഷ്ണുവിൽ നിന്ന് ഭിന്നനല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ അവരുടെ വ്യക്തിശൂന്യ സങ്കല്പങ്ങളുമായി അവിടുന്ന് പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. അവരെ ശിക്ഷിക്കാനുള്ള അദ്വൈത പ്രഭുവിന്റെ ഉദ്യമവും മംഗളകരമാണ്. വിഷ്ണുവിനും അവിടുത്തെ പ്രവൃത്തികൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിയാൻ കഴിയും. അതായത് വിഷ്ണു ഭഗവാനിൽ അനുഗ്രഹിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ഒരുപോലെയാണ്. എന്തെന്നാൽ വിഷ്ണുവിന്റെ പ്രവൃത്തികളെല്ലാം നിരപേക്ഷമാണ്. അദ്വൈത പ്രഭുവിന്റെ മറ്റൊരു നാമമായിരുന്നു മംഗളൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കാരണാവതാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടിയുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരം എന്ന നിലയിൽ അവിടുന്ന് ഭൗതിക പ്രകൃതിയുടെ ഘടക പദാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രതിനിധിയാകുന്നു. എന്നാലും അവിടുന്ന് ഭൗതികനാണെന്ന് ഒരിക്കലും കരുതരുത്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആധ്യാത്മികമാണ്. അവിടുത്തെ പറ്റി കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും സ്വയം കീർത്തിതനാകും. കാരണം അത്തരം പ്രവൃത്തികൾ ഒരുവനെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും മുക്തനാക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക കളങ്കമോ അവ്യക്തിഗതവാദമോ വിഷ്ണു രൂപത്തിൽ ആരോപിക്കരുത്. വിഷ്ണു ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത്തരം ജ്ഞാനത്താൽ ഒരുവന് പരിപൂർണതയുടെ അത്യുന്നതലം പുൽകാൻ കഴിയും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖ്യാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തീശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം
സഹന രഘുനാഥാമൃതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനരിതാൻ ശ്രീലാ വിശാഖാൻ വിധാംശ്ച नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नामने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम राम हरे हरे पाञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീല അതിലെ ഒരു പുതിയൊരു അധ്യായമാണ്, ആറാമത്തെ അധ്യായം. അപ്പോൾ ഈ ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശ്രീ അദ്വൈത ആചാര്യന്റെ മഹാത്മ്യം എന്ന ഒരു അധ്യായമാണ്. ഇത് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭു എങ്ങനെയാണ് ബലരാമൻ എന്ന തത്വം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണെന്ന തത്വമാണ് ഈ ഒരു അധ്യായത്തിലൂടെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് അദ്വൈതാചാര്യനെ പ്രകീർത്തിക്കുന്നത് രണ്ട് ശ്ലോകങ്ങൾ വെച്ചിട്ടാണ്. ആ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഈ 12 ശ്ലോകങ്ങൾ വായിച്ചതിൽ രണ്ട് ശ്ലോകങ്ങളിലാണ് മെയിനായിട്ട് അദ്വൈതാചാര്യനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്. അതില് ശ്ലോകം 4ഉം ശ്ലോകം 5ഉം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഈ രണ്ട് ശ്ലോകങ്ങൾക്ക് നമുക്ക് ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ് എഴുതിയിട്ടില്ല. അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങളാണ് അദ്വൈതാചാര്യന്റെ തത്വത്തിനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം സാധാരണ ഒരു ഭക്തൻ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അദ്വൈതാചാര്യനാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണം, ബാഹ്യമായിട്ട് അദ്ദേഹം വിളിച്ചത് കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ അവതരിച്ചത് ഒരു കാരണം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ശ്ലോകത്തിൽ പറയുന്നു, ശ്ലോകം 4 പറയുന്നത് എന്താണ്? മഹാവിഷ്ണു ജഗത്കർത്ത മായ സത്യത തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വര. നമ്മൾ വിവർത്തനത്തിൽ പറയുന്നു, മായയുടെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈതാചാര്യൻ. അപ്പൊ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ്. അപ്പൊ നമുക്ക് ഭൗതിക പ്രകൃതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ തന്നെ അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. ബലരാമൻ, പിന്നെ സംഘർഷൻ, അനിരുദ്ധൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, പിന്നെ അതിൽ നിന്ന് രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലൂടെ പിന്നെ നമുക്ക് മഹാവിഷ്ണു യിലൂടെയാണ് ആക്ച്വലി ഈ സൃഷ്ടി നടക്കുന്നത്, ഭൗതിക സൃഷ്ടി. അപ്പൊ ആ സൃഷ്ടി നടത്തുന്ന മഹാവിഷ്ണു തന്നെയാണ് അദ്വൈതാചാര്യൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ശ്ലോകം 5 പറയുന്നു, അടുത്ത ശ്ലോകത്തില് അദ്വൈതം ഹരിണാദ്വൈതാത് ആചാര്യം ഭക്തി സംശനാത് ഭക്താവതാരം ഈശം തം അദ്വൈതാചാര്യം ആശ്രയം. അപ്പൊ ഈ ഒരു ശ്ലോകം നമ്മൾ പലപ്പോഴും അദ്വൈതാചാര്യന്റെ ആവിർഭാവ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ശ്ലോകം വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും. അപ്പൊ എന്താണ് കീർത്തനിൽ പറയുന്നു, ഭഗവാൻ ഹരിയിൽ നിന്ന് അനന്യ ആയതിനാൽ അദ്വൈതൻ എന്നും ഭക്തി സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനാൽ ആചാര്യൻ എന്നും അവിടുന്ന് വിളിക്കപ്പെടുന്നു. അവിടുന്ന് ഒരേ സമയം ഭഗവാനും ഭക്താവതാരവും ആകുന്നു, അതിനാൽ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കാം. നമ്മൾ എവിടെയെങ്കിലും അദ്വൈതാചാര്യന്റെ നമ്മളറിയാം, നമുക്ക് ശ്രീധാം മായപ്പൂർ പോയി കഴിഞ്ഞാൽ അവിടെ പഞ്ചതത്വ വിഗ്രഹത്തിൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് അദ്വൈതാചാര്യന്റെ മുമ്പിൽ ഈ ഒരു പ്രാർത്ഥന സമർപ്പിക്കാം. അല്ലെങ്കിൽ അദ്വൈതാചാര്യന്റെ ആവിർഭാവ ദിനം എന്ന ദിനത്തിലൊക്കെ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹത്തിനെ പ്രകീർത്തിക്കാം. എന്താണ് പറയുന്നത്? അദ്വൈത ഹരിണാദ്വൈത. അപ്പൊ എന്താണ്? അപ്പൊ ഭഗവാൻ ഹരിണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ ഹരിയോട് കൂടിയവൻ എന്നാണ് ഇതിൽ അർത്ഥം കൊടുക്കുന്നത്. അപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഹരിയോട് കൂടിയവനാണ്. അദ്വൈത, അത് എഗെയിൻ അദ്വൈത എന്ന് പറയുമ്പോൾ അഭിന്നമായതിനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആചാര്യൻ കൂടിയാണ്. അപ്പൊ ഇതിൽ പറയുന്നു ഭഗവാൻ ഹരിയിൽ നിന്ന് അനന്യ ആയതിനാൽ അദ്വൈതൻ എന്നും വിളിക്കുന്നു. അപ്പം എന്താണ് അദ്വൈത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ദ്വൈത പറഞ്ഞ ഡ്വൽ, അദ്വൈത പറഞ്ഞ നോൺ ഡ്വൽ അല്ലെ, വ്യത്യാസമില്ലാത്തല്ലേ. അപ്പൊ അങ്ങനെ ഈ ഭഗവാൻ ഹരിയിൽ നിന്ന് അനന്യ ആയതിനെ കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്വൈത അദ്വൈത എന്ന പേര് അദ്ദേഹത്തിന് വരുന്നത്. അതേസമയത്ത് അദ്ദേഹത്തിന് എന്താണ് വിളിക്കുന്നത്? ശ്രീ അദ്വൈത ആചാര്യ. ആചാര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു വ്യക്തിയാണോ പ്രചരിപ്പിക്കുന്നത് അല്ലെ, ആചരിച്ച് പ്രചരിപ്പിക്കുന്നത്,
വൺ ഹു ടീച്ചേഴ്സ് ബൈ എക്സാമ്പിൾ, അതാണ് ആചാര്യൻ അല്ലെ. ആരാണോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ അദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട്, ഉദാഹരണമായിട്ട് മാറുന്നത്, അദ്ദേഹത്തിനാണ് നമ്മൾ ആചാര്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭക്തി സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനാൽ ആചാര്യൻ എന്നും അദ്ദേഹത്തിന് ഒരു പേര് വിളിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരേ സമയത്ത് അദ്ദേഹം ഭഗവാനുമാണ്, അതേ സമയത്ത് ഭക്ത അവതാരം കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. അതുകൊണ്ടാണ് അതിനെ ഭക്താവതാരം മീശം തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭക്തനുമാണ് അതേ സമയത്ത് അവതാരം, അദ്ദേഹം ഭഗവാനുമാണ് അതേ സമയത്ത് ഭക്ത അവതാരം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അപ്പം അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഈ ഒരു അധ്യായത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി അദ്ദേഹം വളരെ വ്യക്തമായിട്ടും അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം നമ്മൾ ഭൗതിക കണ്ണുകളോട് ചിലപ്പോൾ ചിന്തിക്കും അദ്ദേഹം സാധാരണ വ്യക്തിയാണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് സാക്ഷാത് പരമദിവ്യത്വ പുരുഷൻ തന്നെയാണ് അദ്വൈത ആചാര്യൻ എന്നുള്ള കാര്യം ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മളെ പോലത്തെ ജീവാത്മാക്കൾ ചിലപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഇന്നത്തെ ശ്ലോകത്തോടെ നമുക്ക് കിടക്കാം. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അപ്പൊ ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദ മംഗളയാൻഡ്രനാമ. അപ്പം ഈ ഒരു ശ്ലോകത്തില് അദ്ദേഹത്തിന് ഓസ്പീഷ്യസ് അല്ലെ മംഗളദായകൻ എന്ന നാമത്തിലൂടെയാണ് അദ്വൈതാചാര്യനെ ഇവിടെ പ്രകീർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 തവണയാണ് ഈ ശ്ലോകത്തിൽ മംഗള എന്നൊരു വാക്ക് ശ്രീല കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞത്? ജഗത് മംഗള. അപ്പൊ എന്താണ്? ലോകത്തിന് തന്നെ മംഗളകരമായിട്ടുള്ള ഒരു വ്യക്തി, സർവ്വമംഗളകരനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം, മംഗളകരം എന്ന് പറയുന്നത് ശുഭകരമായിട്ടുള്ള അല്ലെ, എല്ലാവർക്കും നന്മ നൽകുന്നത് എന്ന അർത്ഥമാണ് മംഗള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കും, അദ്വൈതാചാര്യൻ ലോകത്തിന് സർവ്വമംഗളകരമായ ഒരു വ്യക്തിയാണ്. കാരണം എന്താണ്? കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോടും അദ്ദേഹത്തിന്റെ കനിവോട് കൂടിയാണ് ആക്ച്വലി ശ്രീല ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ അവതരിച്ചത് നമുക്കറിയാൻ സാധിക്കില്ലേ. അദ്ദേഹം ഗംഗാജലവും തുളസിയും വെച്ച് സാലഗ്രാമത്തിനെ പൂജിച്ചാണ് അത് നമുക്ക് ചൈതന്യ മഹാപ്രഭു അവതരിക്കാനുള്ള ഒരു കാരണം. അപ്പൊ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഇന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭു എന്താണെന്നും ചൈതന്യ മഹാപ്രഭു അവതരിച്ചതും അദ്ദേഹം ഹരേ കൃഷ്ണ മാത്രം നമുക്ക് നൽകിയതും നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണത്തെ ശരണം പ്രാപിക്കേണ്ടത് എന്നുള്ള തത്വങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് അദ്വൈതാചാര്യന്റെ കാരണത്തിലൂടെയാണ്. പിന്നെന്താണ്? മംഗളഗുണധാമ അടുത്തായിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ മംഗളഗുണങ്ങളുടെ സംഭരണി, കാരണം അദ്ദേഹത്തിന് എല്ലാ മംഗളകരമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് ഉള്ള കാര്യമാണ് രണ്ടാമത്തെ ഇതിൽ പറയുന്നത്. മംഗളചരിത്ര. മംഗളചരിത്രം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും മംഗളകരമായതാണ് എപ്പോഴും. അതായത് നമുക്കറിയാം, ചില വ്യക്തികൾ ചില സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും, പിന്നെ അദ്ദേഹം ചില മോശമായിട്ട് പ്രവർത്തിക്കും. ഭൗതിക ലോകത്തുള്ള വ്യക്തികളല്ലേ നമ്മൾ, കണ്ടീഷൻസ് അല്ലെ, നമ്മൾ ബദ്ധജീവാത്മാക്കളൊക്കെ എല്ലായ്പ്പോഴും നന്മയോടെ നമുക്ക് സംസാരിക്കാനോ നന്മയോടെ ഒരു മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷെ അതേ സമയത്ത് അദ്വൈത ആചാര്യം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ മംഗള യാന്ത്രനാമ, അപ്പൊ അദ്ദേഹത്തിന്റെ നാമവും ഗുണവും ലീലകളൊക്കെ മംഗളം തരുന്നതാണ് അല്ലെ. അപ്പൊ വിവർത്തനം പറയുന്നു, ശ്രീ അദ്വൈതാചാര്യൻ എല്ലാ മംഗള ഗുണങ്ങളുടെയും സംഭരണി ആകയാൽ ലോകത്തിന് സർവ്വമംഗളകാരിയാണ്. അവിടുത്തെ ഗുണങ്ങളും നാമവും കർമ്മവും സദാ മംഗളകരമാണ്. അപ്പൊ എല്ലാം മംഗളകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ നാമം, ഗുണം, കർമ്മം, എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള കാര്യം തരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അദ്വൈത ആചാര്യൻ എന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഇതില് ശ്രീല പ്രഭുപാദ് 2 കാര്യങ്ങൾ ഭാവാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വന്നിട്ട് അദ്വൈത പ്രഭു പറയുന്നൊരു ആചാര്യനാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ആചാര്യൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാൻ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ ഒരു ഭക്തൻ എങ്ങനെ ഒരു 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 ഭക്തൻ എന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെ അദ്ദേഹം ദിനചര്യ ചെയ്യണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും അദ്വൈത പ്രഭു നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് ചൈതന്യലി എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അദ്ദേഹം അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവായ ഈശ്വരപുരിയുടെ ഒരു ദൈവ സഹോദരനാണ് അദ്വൈത ആചാര്യൻ. അതേസമയത്ത് അദ്ദേഹം ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ നിലയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു ഭക്തൻ എന്ന രീതിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ
നമസ്കരിക്കുകയും സേവനങ്ങൾ ചെയ്യുകയും എപ്പോഴും റെസ്പെക്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അദ്വൈതാചാര്യൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തി പ്രചരണത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം ശ്രീ നിത്യാനന്ദ പ്രഭു അദ്വൈത ആചാര്യൻ ആണ് ആക്ച്വലി നമുക്ക് ഭക്തി പ്രചരണം ചെയ്യാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഒരുപാട് സഹായിച്ചത്. അപ്പം അതുകൊണ്ട് ഇവിടെ ശ്രീല പ്രഭുപാദ് പറയാണ്, അപ്പൊ അങ്ങനെയുള്ള ആ അദ്വൈത ആചാര്യൻ എന്ന് പറയുന്ന ആ മഹ ഭഗവാൻ, അദ്ദേഹം എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ എല്ലാ പ്രവർത്തികൾക്കും മംഗള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിൽ പറയുന്നു, ഏതൊരു വ്യക്തിയാണോ ആ, ഭഗവാന്റെ ഭഗവാന്റെ ലീലകളിൽ മംഗളത്വം കാണാൻ സാധിക്കുന്നത്, അപ്പൊ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മംഗളത്വം വന്നു ചേരും എന്നാണ് പ്രഭുപാദോടെ പറയുന്നത് അല്ലെ. അപ്പൊ അതായത് ഒരു വ്യക്തി ഭഗവാൻ വിഷ്ണുവിന്റെ ലീലകൾ കേൾക്കുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ ഭഗവാനെ പ്രകീർത്തിക്കുമ്പോഴൊക്കെ ആക്ച്വലി അവിടെ സർവ്വമംഗളത്വം വരികയാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ആണ് അല്ലെ, നിരപേക്ഷമാണ്. കാരണം ഭഗവാനും ഭഗവാന്റെ നാമവും ഭഗവാന്റെ ലീലയും ഗുണങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ വിളിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര് അവിടെ വരണം എന്നില്ല അല്ലെ. ആ വ്യക്തി ഇവിടെ വന്നാൽ മാത്രമാണ് ആ വ്യക്തിയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക, അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുക. പക്ഷെ ഭഗവാന്റെ നാമം, ഗുണം, ലീല ഇത്യാദി കാര്യങ്ങളൊക്കെ ആക്ച്വലി പൂർണ്ണത ഉള്ളത് കൊണ്ട്, അത് അബ്സല്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ നാമവും അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പ്രകീർത്തിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? അപ്പൊ നമുക്ക് അവിടെ ഭഗവാന്റെ പ്രസൻസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ മംഗളത്വം വരികയും ചെയ്യും. അപ്പൊ ഏതൊക്കെ വ്യക്തികളാണോ ആ ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും ലീലകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്, അവർക്കും സർവ്വ മംഗളത്വം വരികയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം എന്താണ്? അവർ ആ പരിശുദ്ധ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, പരിശുദ്ധ ഭക്തിയുത സേവനവും മംഗളത്വം ആയതുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്കും ബാക്കിയുള്ളവർക്കും നന്മ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, നമ്മൾ പല ആൾക്കാർ പല പല നന്മകൾ നമ്മൾ ചെയ്യായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുകയായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുത്താലും ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം മാത്രമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മളൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഒരു കുറച്ചു നേരം അല്ലെ, ഒരു 5-6 മണിക്കൂറേക്ക് അദ്ദേഹത്തിന് വിഷമിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ചിലപ്പോൾ ഒരു വീട് വെച്ചു കൊടുത്താൽ മേ ബി അദ്ദേഹത്തിന് ഒരു ജീവിതകാലത്തേക്കുള്ള ഒരു ശമനമായി എന്ന് വെക്കാം അല്ലെ. ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ കുറച്ച് വർഷങ്ങളൊക്കെ ആവും. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന് ആ, ബുദ്ധിമുട്ടുകൾ, അതായത് ജന്മമൃത്യു ജരാവധി എന്ന ആ ദുഃഖങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മോക്ഷം നേടാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കാരണം ഇതൊക്കെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നോ അതൊക്കെ ഈ ജന്മം കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താണോ ആത്മാവിന് വേണ്ടി ചെയ്യുന്നത് അതാണ് യഥാർത്ഥമായിട്ടുള്ള ശരിക്കുള്ള വെൽഫെയർ വർക്ക്, ശരിക്കുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അറിയാം, നമുക്ക് ഭഗവത്ഗീതയിലും 2-ാം അധ്യായത്തിലെ 40-ാം ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ നേഹാഭികരണാസ്തോസ്തി പ്രത്യവായന വിദ്യത്തെ സ്വല്പമൊക്കെസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാത്. അപ്പൊ അതിൽ പറയുന്നു, ഈ ഒരു ആത്മീയ പാതയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നഷ്ടമോ ലാഭമോ ഇല്ല. എന്തെങ്കിലും നമ്മൾ ചെറിയൊരു പരിശ്രമം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സേവനം കൂടി ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പം നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ എന്താണ് നമുക്ക് എന്നെന്നും ബെനിഫിറ്റ് തരുന്ന കാര്യത്തിലാണോ നമ്മൾ കൂടുതൽ താല്പര്യം കൊടുക്കുക, അല്ല എനിക്ക് താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളാണോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക? നമ്മൾ ചിന്തിച്ചു നോക്കി അറിയാൻ സാധിക്കും. നമ്മൾ ഭൗതിക ശരീരം എടുത്തൊരു വ്യക്തി ഭൗതികമായിട്ട് എന്തൊക്കെ പേര്, പ്രശസ്തി, പണം, എന്തൊക്കെ നമ്മൾ നേടിയാലും ഒരിക്കലും ആ വ്യക്തിക്ക് ഇതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിന് കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒന്നും കൊണ്ടുപോകുന്നില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പലതും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതൊരിക്കലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് ആത്മീയപരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്തു, ഞാൻ ഒരു ജസ്റ്റ് ഒരു പൂ കൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ പറ്റി എന്തെങ്കിലും ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്റെ ശാശ്വതമായിട്ടും എന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള
ഹരേ കൃഷ്ണ, സോറി, ഇടയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളെ സ്പിരിച്വൽ, അതായത് ആത്മീയപരമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലും അത് എന്നെന്നും നമ്മുടെ ആത്മാവിന് ആത്മകല്യാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഈവൺ ഇഫ് നമുക്കിപ്പം ഈ ഒരു ജന്മം കിട്ടി, എന്നാലും നമ്മൾ പൂർണ്ണമായിട്ടും ഭക്തിയിൽ മുന്നേറി പരിശുദ്ധ ഭക്തനായില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് നമുക്ക് ഭക്തി തുടരാൻ സാധിക്കുന്നതാണ് ഭഗവാൻ തന്നെ നമുക്ക് ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. അപ്പൊ അത് ആ ഒരു ശ്ലോകം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഒരു ഉത്സാഹവും ഇൻസ്പിറേഷൻ തരുന്ന ഒരു ശ്ലോകമാണ്. നമുക്ക് ആ 2-ാം അധ്യായത്തെ 4-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരിക്കലും എനിക്ക് നഷ്ടം വരാൻ പോകുന്നില്ല എന്നുള്ള ബോധത്തോടെ വേണം നമ്മൾ ഭക്തി സേവനം ചെയ്യാൻ. എന്തൊരു ചെറിയ കാര്യമോ വലിയ കാര്യമോ എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭഗവാനുമായിട്ടുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് എന്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾക്ക് മാത്രമല്ല, അത് മനസ്സിലാക്കുക, നമ്മളെ കൂടെ ഉള്ള ബാക്കിയുള്ള ജീവാത്മാക്കൾക്ക് കൂടി അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടും. ഈവൻ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മള് ശ്രീല പ്രഭുപാദ ലീലയിൽ തന്നെ പലപ്പോഴും പ്രഭുപാദ് നാമം ജപിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ കാണാൻ സാധിക്കും, അദ്ദേഹം നാമം ജപിക്കുന്ന സമയത്ത് പല പല ജീവികളും അടുത്തുകൂടിയൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് ഒച്ചയോടെ നാമം ജപിക്കും, ഹരേ കൃഷ്ണ എന്ന് ജപിക്കും. കാരണം വെച്ചാൽ എന്താണ്, അതുകൊണ്ട് ആ ഒരു ജീവാത്മാക്കൾ കൂടി ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രഭുപാദ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി എല്ലാവർക്കും ബെനിഫിറ്റ് ആണ്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഏതൊക്കെ ജീവാത്മാക്കൾ ഉണ്ടോ അതിന്റെ അടുത്ത് അവർക്കൊക്കെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ബോധം നമുക്ക് ഉണ്ടാവുക. ഏറ്റവും സുപ്രീം മോസ്റ്റ് വെൽഫെയർ, എല്ലാവർക്കും നന്മ തരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ പറയുന്നു, പരിശുദ്ധമായ ഭക്തിയുത സേവനത്തെ ജീവസത്തകളുടെ ശാശ്വത ധർമ്മമായും യഥാർത്ഥ മോക്ഷമായും മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്ന ഭൗതിക ലോകത്തിലെ തിരസ്കൃത വ്യക്തികൾ അവരുടെ അല്പജ്ഞാനം മൂലം എല്ലാ ഭക്തിയുത സേവനവും അപരിക്കപ്പെട്ടവരായി തീരും. നമുക്ക് അറിയാൻ സാധിക്കും, പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ശരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ശാശ്വത ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ജീവര സ്വരൂപി കൃഷ്ണേര നിത്യദാസ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ എൻഗേജ് ചെയ്യാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിന് സേവനം ചെയ്യാനുള്ള കാര്യമാണ് യഥാർത്ഥമായിട്ടും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മോക്ഷം എന്ന് പറയും നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇതിനെ വിശ്രമിക്കുന്ന വ്യക്തികളാണ് കൂടി, പക്ഷെ പല വ്യക്തികളും ഈ കാര്യത്തിന് അവഹേളിക്കുന്നു, അവർ ഇതിനെപ്പറ്റി താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഭഗവാനെക്കാട്ടും കാരുണ്യവാന്മാരാണ് ഭക്തൻ എന്ന് പറയുന്നത്. കാരണം ഭക്തന്മാരെന്ത് ചെയ്യും, അങ്ങനത്തെ വ്യക്തികളുടെ അടുത്ത് കൂടി പോയിട്ട് പറയും, നിങ്ങൾ നാമം ജപിക്കൂ, ഭഗവത്ഗീത നിങ്ങൾ എടുക്കൂ, വായിക്കൂ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കാരുണ്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനുശേഷം ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, അദ്വൈത പ്രഭുവിന്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തിയെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ കാമ്യകർമ്മത്തിന്റെയോ അല്ലെങ്കിൽ മോക്ഷത്തിന്റെയോ പ്രശ്നങ്ങൾ ഉദിക്കുന്നേയില്ല. അപ്പം പലപ്പോഴും പല ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ ഭക്തിയിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഈ ഭക്തി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാമ്യകർമ്മം, അത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും, അങ്ങനെയൊക്കെ ചിന്തകളാണ് നമ്മൾ ഇനീഷ്യലി ഭക്തിയിൽ നമ്മൾ വരുന്നത്. പിന്നെ നമുക്കറിയാം ചിലപ്പോൾ അതിനുശേഷം എന്താണ്, നമ്മൾ ചിലപ്പോൾ മോക്ഷത്തിന് വേണ്ടിയായിരിക്കും ഭക്തി ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യന്മാരും ചൈതന്യ മഹാപ്രഭുവും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യം എന്താണ്, നമ്മൾ പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കാരണം പരിശുദ്ധ ഭക്തി മാത്രമാണ് നമ്മുടെ ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നൽകാൻ സാധിക്കുക. കാരണം പരിശുദ്ധ ഭക്തി അല്ലാതെ നമ്മൾ വേറെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും, നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കണം, എനിക്ക് ഇത് കിട്ടണമേ അത് കിട്ടണമേ. അപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയേക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും ഭഗവാനെ നമുക്ക് കിട്ടില്ല. അപ്പൊ അതൊക്കെ കിട്ടിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷം നേടാൻ സാധിക്കില്ല. കാരണം എന്താണ്, നമ്മൾ ആത്മാവായതുകൊണ്ട്, നമ്മൾ ആത്മീയ വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥ സന്തോഷം കിട്ടുക. ഭൗതികമായിട്ടുള്ള എന്തൊക്കെ നമുക്ക് നേടിയാലും അത് കിട്ടുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും അതിനൊരു വില ഉണ്ടാകും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, റീസെന്റ് ഇപ്പൊ ഒരു ഐഫോണിന്റെ എന്തോ 16s അങ്ങനെ എന്തോ ഒരു വേർഷന്റെ ഒരു യൂട്യൂബിൽ ചിലപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ഫോണുകൾക്ക് ഇറങ്ങുന്ന സമയത്ത് അവര് വലിയൊരു ഇവന്റ് ആയിട്ട് അവർ വെക്കും, യൂട്യൂബിൽ വലിയൊരു ഇവന്റ് ആയിട്ടൊക്കെ വെക്കും. അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണിക്ക് എന്തോ ആണ് അങ്ങനത്തെ ഒരു ഫോൺ ഇറങ്ങുന്നതിന്റെ ഒരു ഇത് വരുന്നത്, ആക്ച്വലി അതിന്റെ ഒരു ഇവന്റ്. അപ്പം കോടിക്കണക്കിന് ആൾക്കാരാണ് അതിന് വെയിറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും ആ ഫോൺ ഉണ്ടാവുക, അതിന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, അതിലെന്തൊക്കെയാണ് പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഐഫോൺ 15 14 ഉള്ള ആൾക്കാരോട് ഈ പുതിയ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ അവർക്ക് ആദ്യം അത് കാണുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഉണ്ട്, ഇത് വാങ്ങിയാൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കും, വാങ്ങി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അത് വീണ്ടും നമുക്ക് സാധാരണമായിട്ട് തോന്നും, ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് തോന്നും. ഇല്ല, നമുക്ക് ഇതിനു മുമ്പ് ഐഫോൺ 15 വാങ്ങിയ ഒരു വ്യക്തിനെയാണ് വീണ്ടും 15 വേണ്ട ഇനി 16 മതി എന്ന് പറഞ്ഞ് ആ ഒരു പുതിയ ഫോൺ എടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ അടുത്ത് നമ്മൾ ആസക്തി പുലർത്തിയാലും അതൊരിക്കലും പൂർണ്ണമായുള്ള സംതൃപ്തിയോ സന്തോഷമോ നമുക്ക് ഒരിക്കലും തരില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ജീവാത്മാവിന് സന്തോഷം തരുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി. അത് തന്നെയാണ് നമ്മള് മഹാമന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ മഹാമന്ത്രം ജപിക്കുന്ന സമയത്തിലും ഒരു വ്യക്തി പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ അങ്ങയുടെ സേവനത്തിൽ എന്നെ നിരതനാക്കും എന്നുള്ള പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ പരിശുദ്ധ സ്നേഹത്തിന് അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഏതൊരവസ്ഥയിലും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുക, അല്ലെ? അഹേതുകി അപ്രതിഹത എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്താണ് അഹേതുകി? അതായത് അപ്രതിഹത. അപ്പൊ നമ്മൾ ഒന്നും ഒരു ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ അൺമോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. അപ്രതിഹത, ഏതൊരു അവസ്ഥയിലും നമ്മൾ ഭക്തി കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ദുഃഖം വരുമ്പോൾ ഭക്തി ചെയ്യൽ, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ മാത്രം ഭക്തി ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഭക്തി ചെയ്യൽ, അങ്ങനെയല്ല. അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള പരിശുദ്ധ ഭക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ പലപ്പോഴും ഭക്തി ചെയ്യുന്നത് മറ്റൊരു പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭഗവാൻ തന്നെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തില് അകാമ സർവകാമ മോക്ഷകാമ ഉദാരതി തീവ്രേന ഭക്തി യോഗേന ചെയ്ത പുരുഷം പരം. അപ്പം അതിൽ പറയുന്നു, എനിക്ക് അകാമ ഒരു ആഗ്രഹമില്ല, എനിക്ക് പരിശുദ്ധ ഭക്തി മാത്രം മതി. അകാമ, ഒരു കാമവും അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ല. സർവകാമ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സർവകാമ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും മോക്ഷകാമ ഉദാരതി, അല്ല എനിക്ക് മോക്ഷത്തിന്റെ കാമം അല്ല മോക്ഷത്തിന്റെ ആഗ്രഹമാണ് എനിക്കുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി തീവ്രേന ഭക്തി യോഗേന ചെയ്ത പുരുഷൻ പരം, അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമുക്ക് നമുക്കറിയാം, നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോ, ഇത്ര നാൾക്ക് മുമ്പ് നമ്മൾ ഭക്തി ചെയ്തും ഇപ്പൊ ചെയ്യുന്ന തമ്മിൽ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈവൺ ഇഫ് ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, ഒരു ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിലും, അല്ല പരിശുദ്ധ ഭക്തി മാത്രം ആഗ്രഹം ഉണ്ടെങ്കിലും, അല്ല മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തി ഭക്തി കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നത് ആക്ച്വലി. അപ്പൊ ഗ്രാജുവലി നമ്മൾ ആ പ്രോസസ്സ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ആണ്, ഇത് പരിശുദ്ധീകരണമാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് പലപ്പോഴും നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദ്രാവകം, പെട്രോൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രൂഡ് ഓയിലിനെ നമ്മളതിനെ കത്തിച്ചെടുത്ത് പല പല ടെമ്പറേച്ചറിലാണ് പല പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അവസാനമാണ് നമുക്ക് ആ പെട്രോൾ എന്ന ഒരു ദ്രാവകം നമുക്ക് കിട്ടുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മുടെ അവബോധം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ച് വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള കൃഷ്ണാവബോധത്തിലോട്ട് നമുക്ക് വരാൻ സാധിക്കുകയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്വൈതാചാര്യൻ ഇവിടെ പറയുന്നത്, നമുക്ക് ഒരിക്കലും കാമ്യകർമ്മത്തിനും മോക്ഷത്തിനും വേണ്ടിയല്ല നമുക്ക് ഈ ഭക്തി നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഭഗവാനത്തിലെ പരിശുദ്ധ സ്നേഹം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, വിഷ്ണുവിനും അവിടുത്തെ പ്രവൃത്തികൾക്കും പ്രത്യക്ഷമായ പരോക്ഷമായ എല്ലാ സൗഭാഗ്യങ്ങളും ചുരിയാൻ കഴിയും. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിൽ ഭഗവാൻ നമുക്ക് സൗഭാഗ്യങ്ങൾ തരും. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, അതായത് വിഷ്ണു ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ഒരുപോലെയാണ്. എന്തായാലും വിഷ്ണുവിന്റെ പ്രവൃത്തികളെല്ലാം നിരപേക്ഷമാണ്. അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ പ്രവൃത്തി നിരപേക്ഷമായതുകൊണ്ട് ഭഗവാൻ ഒരു വ്യക്തിയെ ശിക്ഷിച്ചാലും ഒരു വ്യക്തിയെ രക്ഷിച്ചാലും രണ്ടിലും ബെനിഫിറ്റ് ആണുള്ളത്. നമ്മൾ എല്ലാ ലീലകൾ എടുത്താലും കാണാൻ സാധിക്കും, ഭഗവാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ശിക്ഷയിലൂടെയും നമുക്ക് നേട്ടം കിട്ടും. ഇപ്പൊ ചിലപ്പോൾ ഒരു ഇൻസ്റ്റൻസിൽ ഭഗവാൻ ഒരു വ്യക്തിയെ രക്ഷിക്കുകയും ചെയ്യും, വേറൊരു വ്യക്തിയെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അതിലൂടെ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ് കിട്ടും, അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മള് ഗജേന്ദ്ര മോക്ഷ ലീലകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഗജേന്ദ്രൻ രക്ഷിക്കുകയും ചെയ്യും, മുതലേ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? കുഹു എന്ന് പറഞ്ഞതിന്. അപ്പൊ രണ്ടുപേർക്കും അതിലൂടെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ ഭഗവാന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ആയതുകൊണ്ട് ഒരിക്കലും ആർക്കും നഷ്ടം അവിടെ വരുന്നില്ല. ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ ലീലകളിലും എല്ലാവർക്കും ഒരേ സമയത്ത് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഭഗവാന്റെ ലീലകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് പരമദിവ്യ പുരുഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് സന്തോഷം കിട്ടിയേക്കും, പക്ഷെ വേറൊരു വ്യക്തിക്ക് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ വേറെ വ്യക്തിക്ക് നമ്മുടെ അടുത്തൊരു വിദ്വേഷം തോന്നായിരിക്കും. പക്ഷെ
ഭഗവാന്റെ ലീലകളിൽ അങ്ങനെ ഒരിക്കലും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അബ്സല്യൂട്ട് ആണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നു, അദ്വൈത പ്രഭുവിന്റെ മറ്റൊരു നാമമായിരുന്നു മംഗളൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കാരണാവതാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടിയുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരം എന്ന നിലയിൽ അവിടുന്ന് ഭൗതിക പ്രകൃതിയിലെ ഘടകപദാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രതിനിധിയാകുന്നു. എന്നാലും അവിടുന്ന് ഭൗതികനാണെന്ന് ഒരിക്കലും കരുതരുത്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആധ്യാത്മികമാണ്. അപ്പം ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ചില ഭൗതിക പ്രകൃതി ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്വൈത ആചാര്യൻ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന അവതാരം ഭഗവാൻ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവിടെ ഭഗവാൻ ഭൗതികനാവുന്നില്ല. ശരിക്കും ഭൗതിക പ്രകൃതി പുറത്തു നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് ഭൗതിക പ്രകൃതിയെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അല്ലെ, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരു രാജാവ് ഒരു ജയിൽ ഉണ്ടാക്കുകയാണ്. ജയിൽ ഉണ്ടാക്കിയിട്ട് ആ രാജാവ് അല്ലെങ്കിൽ മിനിസ്റ്റർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിലിനകത്ത് പോകുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. അദ്ദേഹം എപ്പോഴും രാജാവ് അല്ലെങ്കിൽ മന്ത്രി തന്നെയാണ്. അദ്ദേഹം ജയിലിനകത്ത് പോയതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. അതുപോലെ തന്നെ അദ്വൈത പ്രഭു അല്ലെങ്കിൽ മഹാവിഷ്ണു ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഭൗതിക ലോകത്തിനെ ക്രിയേറ്റ് ചെയ്ത ശേഷം, ഉണ്ടാക്കിയ ശേഷം അവരതിന്റെ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ അകത്തോട്ട് വന്നാലും അദ്വൈതാചാര്യൻ ഇവിടെ അവതരിച്ചാലും ഒരിക്കലും അദ്ദേഹം ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അദ്ദേഹം ആധ്യാത്മികമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവസാനമായിട്ട് ഇവിടെ പറയുന്നു, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആധ്യാത്മികമാണ്. അവിടുത്തെ പറ്റി കേൾക്കുകയും കീർത്തുകയും ചെയ്യുന്ന ഏതൊരുവനും സ്വയം കീർത്തിതനാകും. കാരണം അത്തരം പ്രവൃത്തികൾ ഒരുവനെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് മുക്തനാക്കും. അപ്പം എന്താണ് ഇപ്പൊ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് മുക്തനാവാനുള്ള വഴിയാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് അദ്വൈത ആചാര്യനെ പോലത്തെ ആചാര്യന്മാരെ പറ്റി നമ്മൾ പ്രകീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി നമ്മൾ നിരന്തരം കേൾക്കുകയും അവരെ പ്രകീർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ നല്ല ഗുണങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ നമ്മളടുത്ത്, ആ മോശമായുള്ള ഗുണങ്ങൾ നമ്മളെ അകത്തോട്ട് വരും. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് പുറത്തോട്ട് നമ്മൾ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എല്ലാവരും നന്മ നമ്മൾ കാണാൻ ശ്രമിക്കുക. എല്ലാവരും നന്മകളുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഓരോ നന്മകളെ നമ്മൾ കണ്ട് അതിനെ നമ്മൾ പ്രകീർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഗുണങ്ങൾ നമ്മൾ വരും എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൗർഭാഗ്യങ്ങളിൽ നിന്ന് മുക്തനാകാനും സാധിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക കളങ്കമോ അവ്യക്തിവാദമോ വിഷ്ണു രൂപത്തിൽ ആരോപിക്കരുത്. വിഷ്ണു ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത്തരം ജ്ഞാനത്താൽ ഒരുവന് പരിപൂർണതയുടെ അത്യുന്നതലം പുൽകാൻ കഴിയും. അപ്പൊ ഒരിക്കലും ഭഗവാന് ഒരു അവ്യക്തികവാദികൾ പറയുന്ന പോലെ ഭഗവാന് രൂപമില്ലെന്നോ അല്ലെങ്കിൽ ഭഗവാന് ഭൗതിക കളങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലോ മായാവാദികൾ പറയുന്ന പോലെ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പം ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും പരിപൂർണ അത്യുന്നത തലം പോകാൻ സാധിക്കും. അതായത് എന്താണ് ഞാനെന്ന് മനസ്സിലാക്കി ഭഗവാനെ സേവനം ചെയ്യുന്ന ഒരു പരിശുദ്ധ ഭക്തി തലത്തിൽ എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ആചാര്യ പരമ്പര അല്ലെ, നമ്മൾ പ്രാമാണികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര നിർവ്യാജനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടും എന്താണ് ഭഗവാന്റെ തത്വങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ള കാര്യം. നമ്മൾ എപ്പോഴും നമ്മൾ ഭഗവാനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പരമ്പരയിൽ നിന്ന് കേൾക്കുക. എസ്പെഷ്യലി നമ്മുടെ സൗഭാഗ്യമാണ് ശീല പ്രഭുപാദത്തിലൂടെ നമുക്ക് ഈ ഒരു പരമ്പരയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ നിരന്തരം അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക എന്നാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിരന്തരം ഇങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിക്കാണ് ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കൂടുതൽ അദ്വൈതാചാര്യന്റെ തത്വങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ വേറെ മറ്റാർക്കും സംശയങ്ങളൊന്നുമില്ല തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ എപ്പോഴും നമ്മൾ അദ്വൈതാചാര്യന്റെ ആ ഒരു ശ്ലോകം നമ്മൾ ഓർത്ത് വെക്കുക. എപ്പെങ്കിലും നമ്മൾ അദ്വൈതാചാര്യന്റെ ആവിർഭാവ ദിനത്തിലോ അല്ലെങ്കിൽ എപ്പെങ്കിലും അദ്വൈതാചാര്യന്റെ ഒക്കെ നമ്മൾ പഞ്ചതത്വയുടെ ഫ്രണ്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യ ശിവതത്വം എന്നല്ലേ പറയുന്നത് പ്രഭു? അതെ മാതാജി, ആക്ച്വലി ശിവൻ. മഹാവിഷ്ണു സദാശിവ എന്ന് പറയുന്നുണ്ട് മാജി. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഫുൾ ആയിട്ട് ശരിക്കും മഹാവിഷ്ണു സദാശിവ എന്ന രീതിയിലാണ് പറയുന്നത്. രണ്ട് തരത്തിലാണ് നമ്മളത് എക്സ്പ്ലനേഷൻ വരുന്നത് മാജി. ഞാൻ പിന്നെ ഇന്നത്തെ ശ്ലോകത്തിൽ പിന്നെ മഹാവിഷ്ണുവിനെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയെന്നുള്ളൂ. താങ്ക് യു മാതാജി, ആ ഒരു പോയിന്റ്. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.
ഓക്കെ മാനേജ്. അപ്പം വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ഒരു റെഗുലർ ആയിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അതിലൂടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ പാർശ്വതമാരുടെയൊക്കെ അനുഗ്രഹം നേടാനുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ശീല പ്രഭുപാദ കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. സമവേത ഹരേ കൃഷ്ണ. ഭക്തവൃന്ദത്തിൽ ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ താങ്ക് കൃഷ്ണ. യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ.